പ്രേമത്തിൽ കിട്ടായ പോയ നായികയെ നിങ്ങൾ ഇതിൽ മനഃപൂർവ്വം അനുഭവം മനഃപൂർവ്വം വരത്തില്ല മറ്റേ നോക്കിയ നായികയെ കിട്ടിയില്ല, പ്രേമത്തില് നോക്കിയ നായികയെ കിട്ടിയില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ പുതിയൊരു രീതി ആണോ ഷർ? നമ്മളെല്ലാം സ്ഥാപിക്കും. അങ്ങനെയാണോ ഷർ? അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു ഐഷു ചിലപ്പോ സാൻജോട് പറഞ്ഞാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഐശ്വര്യ തന്നെ നായികയാണ്. അതെ ഇതാ ഞങ്ങളും അനുപമയുടെ അടുത്ത് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞ കഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിനിമയായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അനുപമ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതൊരു ചെറിയ സിനിമയായിട്ട് എന്താണ് വില്ലൻ ലൈക് പെർഫെക്റ്റ് പ്ലാൻ എന്നൊക്കെ പറയില്ലേ ആ സാധനം, ഇതാണ് വില്ലൻ, ഇതായിരിക്കണം വില്ലൻ എന്നൊക്കെ. അപ്പൊ അങ്ങനെ അനുപമ അതിൽ ഇതായി. ഞാൻ ആ ട്രോള് കണ്ട് ഞാൻ ശരി തോന്നി. ഇപ്പൊ ഇതും കൂടി വെച്ച് കണക്ട് ചെയ്ത് വായിക്കും. ഈ നായകനായിട്ട് അഭിനയിക്കുമ്പോ ഈ വരുന്ന നെഗറ്റീവ് റോളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? കാരണം നായകൻ എന്ന് പറയുന്നത് എപ്പോഴും ഹീറോയുടെ ചുമലിലാണ് ഒരു സിനിമ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ നെഗറ്റീവ് റോളുകൾ വരും. നെഗറ്റീവ് റോള് ഞാൻ മലയാളത്തിൽ അങ്ങനെ ഇപ്പം വരത്തിനും 5-ാം പാതിരയാണ് ശരിക്കും ടെക്നിക്കൽ ചെയ്തത്. അല്ല അത് കഴിഞ്ഞിട്ട് എന്താ കഥാപാത്രങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് വരും ഉടൻ. ഐഷു, ഞണ്ടുകളുടെ നാട്ടിൽ നിന്നും തഞ്ചിലേക്ക് പോകുമ്പോൾ ഐശ്വര്യക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? സെൽഫ് കോൺഫിഡൻസ് കൂടി. നടി എന്ന നിലയിലും അല്ല, പേഴ്സണലി ഞാൻ പറയാം, നടി എന്നുള്ള നിലയിൽ ഞാൻ ഓരോ ഡയറക്ടർ എന്നെ എങ്ങനെയാണോ ഡയറക്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് എൻ്റെ വർക്ക് വരിക. അത് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അല്ല, പേഴ്സണലി ഒരുപാടുണ്ട്. പറഞ്ഞു വരുമ്പോൾ അതും പ്രശ്നമാണെന്നൊക്കെ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഞാൻ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 25 വയസ്സുണ്ട് ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ. ആ സമയം മുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിൽ 7 വർഷമായി, ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ 9 വർഷമായി. ആ സമയം കൊണ്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ദ പേഴ്സൺ ഐ എം. ഇപ്പം സാൻജോ എനിക്ക് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, കഥ പറയുമ്പോൾ ഐശ്വര്യ കേട്ടതിനെ കുറിച്ച്, ഹലോ മമ്മിയുടെ, അപ്പം എങ്ങനെയായിരുന്നു ഇവരോട് രണ്ടുപേരുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളൊരു? രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടത്. പിന്നെ അതിൻ്റെ അകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയ്ക്കകത്തേക്ക് ഇൻവോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര വ്യത്യാസമാണ്. അതാണ് നമ്മളെ ഈ പറയുമ്പം അടുത്ത ഗിയർ ഇട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അത് ഈ രണ്ടുപേരിലും ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ സംഭവിച്ചത്. അവര് നമ്മൾ പറയുന്ന കഥയെ അക്സെപ്റ്റ് ചെയ്ത്, ആ ക്യാരക്ടേഴ്സിനെ അക്സെപ്റ്റ് ചെയ്ത് അത് അഭിനയിച്ചു വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഇതിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ പുതുമുഖ സംവിധായകൻ. അപ്പൊ നിങ്ങൾ ഇത്രയും സിനിമകൾ കഴിഞ്ഞിട്ടും വൈശാഖ് എന്നൊരു സംവിധായകൻ വിശ്വാസം അർപ്പിക്കാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും? വൈശാഖിനെ നമുക്ക് അങ്ങനെ പരിചയമല്ല. പക്ഷെ നമ്മൾ പറഞ്ഞില്ല വൈശാഖ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോമിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. പുള്ളി ഒരു എഡിറ്ററാണ് തമിഴ് സിനിമയിൽ, പുള്ളി വന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ജോമിൻ അങ്ങനെ അവര് ഇവരുടെ ഒരു ഇതെല്ലാം കൂടി ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ അറിയാമെന്നുള്ള ജോമിനെ എനിക്ക് അതുപോലെ വിശ്വാസം. രാഹുൽ എന്ന് പറഞ്ഞ്, രാഹുൽ ഉണ്ണിസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്രൂ ഇതിൻ്റെ പ്രൊഡക്ഷനിലുണ്ട്. അപ്പോൾ വൈശാഖ് എന്ന് പറയുന്ന ഒരാൾ അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഓക്കെ. പിന്നെ എനിക്ക് സാൻജോനെ അറിയാം, സാൻജോയുടെ കഥ പരിപാടികളെ കുറിച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്താ പറയുക തുടങ്ങി. പിന്നെ നമുക്കതിൽ കൺഫ്യൂഷൻ ഇല്ല. ഒരാൾക്ക് അത്രയും നല്ല പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കൺഫ്യൂഷൻ ഇല്ല.